സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം MR മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ്, ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായി നടപ്പിലാക്കിയ നല്ല നിർദ്ദേശങ്ങളും നല്ല പദ്ധതികളും പൊതുജനങ്ങളെല്ലാം ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്കൊരു വലിയ സമാധാനം ഉണ്ടായിരിക്കുകയാണ്, ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടിയ കാലഘട്ടമാണ് കഴിഞ്ഞ 10 കൊല്ലം. ഇപ്പോൾ ഇതിനെതിരെ വ്യാപകമായ എതിർപ്രചരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ലീഗിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായി ഇനി അടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷമാണ് എങ്കിൽ ഇവിടെ UDFന്റെ അടിത്തറ വീണ്ടും തകർന്നു തരിപ്പണമാവും. BJPക്ക് വളരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനിയും കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല. കാരണം കൃത്യമായ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകരമായ നിരവധി ആനുകൂല്യങ്ങൾ ലഭിച്ച കാലഘട്ടമാണ് കടന്നുപോയത്. ഈ മാസം 14 മുതൽ 16 വരെ കോട്ടയത്ത് വെച്ച് നടക്കുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. പാറപ്പുറം NSS കോളേജിന്റെ സമീപത്ത് നടന്ന പൊതുയോഗം KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം MR മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷനായി. ജില്ലാ നിർവാഹക സമിതി അംഗം PM വെങ്കിടേശ്വരൻ, ഉപജില്ലാ സെക്രട്ടറി S ഗിരീഷ്, ഉപജില്ലാ വൈസ് പ്രസിഡന്റ് K സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.